ഞാനിവിടെ പറയണത് ഒരു വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവം, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവം, രാഷ്ട്രീയത്തിൽ വന്നെങ്കിലും രാഷ്ട്രീയം കൂടുതൽ പറയാൻ അറിയാത്ത പച്ചയായ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ചില വികാരങ്ങളാണ് ഞാൻ പറയണത്. ഇന്ത്യയിൽ ഇന്ന് 1300ഓളം യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിലൊരു വലിയ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ മുതൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിൻ്റെ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ കോമൺ ഇൻട്രസ്റ്റ് ടെസ്റ്റുകളിലൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരിക്കലും സംഭവിക്കാത്തത് സംഭവിക്കുകയും നമ്മുടെ കുട്ടികളുടെ ഭാവി തുലാസിലാവുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം ഏതാണ്ട് 23 ലക്ഷം കുട്ടികൾ എഴുതിയ നീറ്റ് എക്സാമിനേഷൻ അത് ഫ്ലോപ്പായി, ഫെയിലായി. ഉടനെ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ കൺസേൺഡായി, പെയിൻഫുള്ളായിട്ട് റിയാക്ട് ചെയ്ത ആൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഇന്ന് ലോകം എ സീരീസ് ഓഫ് വാറിൻ്റെ മധ്യത്തൂടെ പോകുമ്പോൾ ഇവിടെ എനർജി സെക്യൂരിറ്റിക്കും ഫുഡ് സെക്യൂരിറ്റിക്കും സേഫ്റ്റിക്കും ഒക്കെ വേണ്ടി അലയുന്ന പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രേഷ്യസ് ടൈം ഉപയോഗിച്ച് അദ്ദേഹം ആർമിയെ വിളിച്ചു, ഹൈ ലെവൽ ഓഫീസേഴ്സിനെ വിളിച്ചു. ഇമ്മീഡിയറ്റായിട്ട് കുട്ടികളുടെ പ്രശ്നം സോൾവ് ചെയ്യണം, നടന്നതിനെപ്പറ്റി അന്വേഷണം നടത്തണം, അതിൽ കൾപ്രിറ്റ്സിനെ ബുക്ക് ചെയ്യണം, സ്ട്രോങ്ങസ്റ്റ് പണിഷ്മെൻറ്റ് കൊടുക്കണം. മാത്രം പോരാ, എത്രയും പെട്ടെന്ന് പരീക്ഷ നടത്തണം, എത്രയും വേഗം റിസൾട്ട് വരണമെന്ന് ക്വിക്ക് ആക്ഷൻ എടുത്ത ഒരു പ്രൈം മിനിസ്റ്റർ. ശരിക്കു പറഞ്ഞാൽ 2 കൈയും എടുത്ത് നമ്മൾ തൊഴുതു പോകും. ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ഇവോൾവ് ചെയ്യണം. അതിനും ആക്ഷൻ തുടങ്ങി. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പോപ്പുലേഷൻ്റെ ഏതാണ്ട് 65% വരുന്ന യൂത്ത്, 35 വയസ്സിൽ താഴെയുള്ള യൂത്ത്, 65% യൂത്ത്, 91 കോടിയുള്ള യൂത്ത്, അവരാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത്. അവർക്ക് വിഷമം വരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അദ്ദേഹം 12 കൊല്ലം കൊണ്ടുവന്ന 312 പ്രോഗ്രാംസ് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 359 പ്രോഗ്രാംസ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ 212 പ്രോഗ്രാംസും യൂത്ത് സെൻട്രിക് പ്രോഗ്രാംസാണ്. ഒന്ന് എംപ്ലോയ്മെൻറ്റ് സെൻട്രിക്, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് സെൻട്രിക്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെൻട്രിക്, അല്ലെങ്കിൽ സ്കിൽ സെൻട്രിക്. അങ്ങനെ യൂത്തിന് സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ എനർജിയുടെ ഒരു വലിയ സമയം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കീവേഡ്സ് യൂത്തും വിമനും പുവറും 2-3 വേർഡുകളാണ് അദ്ദേഹത്തിന് എപ്പോഴും ഗവേൺ ചെയ്യുന്നതും. ഇന്ത്യക്കെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഒരു ഗോൾഡൻ ടൈം 12 കൊല്ലം ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒബ്സർവേഷൻ അബൌട്ട് ദ ഗവേണൻസ്. പിന്നെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ഇന്നത്തെ ട്വീറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സ്ട്രിക്റ്റ് ആക്ഷൻ നമ്പർ 1, ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് നമ്പർ 2, book the culprits and avoid the strongest punishment number 4, this should not happen anymore എന്നിത്ര ശക്തമായിട്ട് വ്യക്തമായിട്ട് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്റർ. നിങ്ങൾ ഓർക്കേണ്ടത്, ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ലോകം കടന്നു പോകുന്ന ഏറ്റവും വളരെ ഒരു ക്രിട്ടിക്കൽ ഫേസാണ്. വാറിൻ്റെ ഫേസ്, എനർജി ഇഷ്യൂസ്, ഫുഡിൻ്റെ ഇഷ്യൂസ്, ഫാർമസി ഇഷ്യൂസ്, സേഫ്റ്റി ഇഷ്യൂസ്. ഒരു പ്രൈം മിനിസ്റ്റർ, ഈ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസിയുടെ 145 കോടി ജനങ്ങളെ ഡ്രൈവ് ചെയ്തു പോകുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഒരു സാധാരണ ഒരു എക്സാം തരത്തിൽ വന്ന ഫ്ലോയ്ക്ക് തൻ്റെ സമയത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം അതിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് യൂത്തിന് വേണ്ടി ആക്ഷൻ ചെയ്യുന്ന ഈസ് എ ഡൂവർ. ഈസ് നോട്ട് എ ലിപ് സെർവിങ് മാൻ, ഈസ് എ ഡൂവർ. എന്ത് ചോദിക്കുന്നു, എല്ലാവരും ചോദിക്കുന്നു, പ്രൈം മിനിസ്റ്റർ സംസാരിക്കുന്നില്ല. ഈസ് നോട്ട് ടോക്കിംഗ്, ഈസ് ഡൂയിങ്. ഇന്നത്തെ ട്വീറ്റിൽ എല്ലാം ഉണ്ട്. വളരെ വ്യക്തമായിട്ട് 4 പോയിന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് അല്പരാഷ്ട്രീയം ഒരു വാചകത്തിലും പറയണമെന്ന് തോന്നി. ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർ വീടിൻ്റെ ചുറ്റും ആദ്യമായിട്ട് കുറേ MP-മാര് നമ്മുടെ ഖാർഗേജിയുടെ വീട്ടിലേക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ വിളിച്ചു വരുത്തിയിട്ട് സഡനായിട്ട് കയറി അവിടെ ഒരു അനാർക്കി സൃഷ്ടിക്കുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഇന്ത്യ ടീം ഡൈല്യൂട്ട് ചെയ്ത് ഇറോഡ് ചെയ്ത് 4-5 കൂട്ടാളികൾ പിരിഞ്ഞു പോയി.
ആകെ ഡെസ്പറേറ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുകയും ചുവടില് യുവാക്കളെ വഴിതെറ്റിച്ച് കൂട്ടി നിർത്തുന്നതിന് വേണ്ടി ഇവർ ചെയ്ത ഒരു ഡെസ്പറേറ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻക്ലൂഡിങ് മീഡിയ മനസ്സിലാക്കേണ്ടത്. എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റും, ആസ് എൻ എൽഡർ, ആസ് എൻ എഡ്യൂക്കേഷൻ എക്സ്പെർട്ട് ആൻഡ് ഓൾസോ എ പേഴ്സൺ ഇൻ പൊളിറ്റിക്സ്, ഐ ക്യാൻ ടെൽ യു, നമ്മുടെ ഭാഗ്യമായ ഫേസ് ആണ് ഈ 12 കൊല്ലം. ഇത് പോയി അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വികസിത് ഭാരത് 47 എന്നുള്ള മിഷൻ നന്നായിട്ട് പോകും. ഈ കൊച്ചു കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നേരെയാവും. എനിക്ക് ജെയിംസിയോട് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത്, ശ്രീധർ വെമ്പു ഇന്ന് രാവിലെ ട്വീറ്റ് ചെയ്താന്ന് പറയുന്നത്. ശ്രീധർ